ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ഫെബ്രുവരി 27, വ്യാകുല മാതാവിൻ്റെ വിശുദ്ധ ഗബ്രിയേലിൻ്റെ തിരുനാൾ. പ്ലറ്റോവിലെ അഭിഭാഷകനും ഗവർണറുമായിരുന്ന സാന്തെ പെസെന്തിയുടെ മകനായി 1838 ഇറ്റലിയിലെ അസീസിയിൽ ഫ്രാൻസിസ് ജനിച്ചു. 4 വയസ്സുള്ളപ്പോൾ അമ്മ ആഗ്നസ് മരിച്ചു. പിന്നീട് ഒരു യുവവൈദികന്റെ കീഴിൽ വിദ്യാഭ്യാസം പുരോഗമിച്ചു. യുവത്വത്തിൽ നാടകീയ നൃത്ത സംഗീത പ്രേമിയായി മാറിയ ഫ്രാൻസിസിനെ പിന്തുടർന്നിരുന്ന രോഗം കൂടുമ്പോൾ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കാമെന്നും അസുഖം കുറയുമ്പോൾ ആ നേർച്ച നീട്ടിവയ്ക്കുകയും ചെയ്തിരുന്നു. വ്യാകുല മാതാവിൻ്റെ അതീവ ഭക്തനായിരുന്ന ഫ്രാൻസിസിന് മാതാവ് നേരിട്ട് ഇടപെട്ട ഒരു സന്ദർഭം. 1856 പ്ലറ്റോയിൽ കോളറ പിടിച്ചു. അത് മാറിയാൽ 1115 ബാർബറേസ ചക്രവർത്തി നഗരത്തിന് സമ്മാനിച്ച മറിയത്തിൻ്റെ സ്വരൂപം വഹിച്ചുകൊണ്ട് വലിയ ഘോഷയാത്ര നടത്താമെന്ന് ജനങ്ങൾ നേർന്നതും മഹാമാരി നിലച്ചു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വരൂപം കടന്നുപോയപ്പോൾ മുട്ടുകുത്തി നിന്ന ഫ്രാൻസിസിനെ മറിയം തറപ്പിച്ചു നോക്കി. അതവൻ്റെ ആത്മാവിൽ തറച്ചുകയറി. മറിയം ഇങ്ങനെ പറയുന്നതായി തോന്നി: ഫ്രാൻസിസ്, എന്തിനാണ് നീ ലൗകികതയിൽ തങ്ങുന്നത്? വളരെ വേഗം ഒരു വൈദികനാവുക. പാഷണിസ്റ്റുകളുടെ സഭയിൽ ചേർന്ന് വ്യാകുല മാതാവിൻ്റെ ഗബ്രിയേൽ എന്ന പേര് സ്വീകരിച്ചു. വിശുദ്ധ കുർബാനയോടും പരിശുദ്ധ കന്യകാ മറിയത്തിനോടും ഫ്രാൻസിസിനുണ്ടായ ഭക്തിയോടെ വ്രതമെടുക്കാൻ സമയമായപ്പോൾ 1861 ഇറ്റലിയിൽ രാഷ്ട്രീയവും ദൈവിക വിരുദ്ധവുമായ വിപ്ലവങ്ങളുണ്ടായി. ആ സമയത്ത് ക്ഷയരോഗം ബാധിച്ച് 1862 ഫെബ്രുവരി 27 വ്യാകുല മാതാവിൻ്റെ വിശുദ്ധ ഗബ്രിയേൽ ഈ ലോകവാസം വെടിഞ്ഞു. 1920 മെയ് 31 വിശുദ്ധ ഗണത്തിലേക്ക് ഗബ്രിയേലിനെ ഉയർത്തി. വ്യാകുല മാതാവിൻ്റെ വിശുദ്ധ ഗബ്രിയേലെ, ഞങ്ങളും മരിയ ഭക്തരായി തീരാൻ മാതാവിനോട് ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച്
പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.